ഹലോ ഗൈസ്, നമസ്കാരം. കെവിൻ സാം ആണ്. അങ്ങനെ ഇന്ന് കുറേ നാൾക്ക് ശേഷം അങ്ങനെ മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അങ്ങനെ ജനനായകൻ ഒന്ന് കാണാൻ പോവാണ്. നമ്മുടെ വൺ ആൻഡ് ഉള്ളി തലപ്പതി വിജയ് അല്ല, ചീഫ് മിനിസ്റ്റർ വിജയ്, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ വിജയുടെ വൺ ആൻഡ് ഉള്ളി ജനനായകൻ. ഇപ്പോൾ നമുക്ക് സിനിമയിൽ കാണുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്ത്, എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് യാത്ര ചെയ്യണം മെട്രോയിൽ കയറി. അപ്പോൾ നമുക്കിനി പോവാം മെട്രോ സ്റ്റേഷൻ വരെ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ബർജുമാനിൽ ഇറങ്ങണം. ബർജുമാൻ തിയേറ്ററിലാണ് പോകുന്നത്, വോക്സിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ ജനനായകൻ സിനിമ കാണുന്നത്. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് അങ്ങനെ നമ്മൾ ബർജമാനിലെത്തിയിരിക്കുകയാണ്. ബർജമാൻ മാൾ. നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കാലിഫോർണിയ ഒന്ന് പോയി ഒന്ന് കറങ്ങി അടിച്ചിട്ട് സിനിമ കാണാമെന്ന് വെച്ചു. കാരണം സിനിമ ഇപ്പോഴൊന്നും തുടങ്ങത്തില്ല, 7:30 ഒക്കെ ആവണം. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇവിടെ നമ്മളെത്തി. ബർജമാനിലപ്പോൾ എത്തി. ഇവിടെ ഒന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്കിനി പോകാമെന്ന് വെച്ചു. ഓക്കെ, സോ ഇപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം ഗൈസ്, അങ്ങനെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് വോക്സ് സിനിമ. ഇപ്പം എൻ്റെ പുറകിലിപ്പോൾ പരസ്യങ്ങളും കാര്യം കാണാമല്ലോ. അപ്പോൾ വോക്സിലാണ്. നാട്ടിലെ PVR പോലല്ല വോക്സ് നല്ല കിടിലാണ്. പക്ഷെ ഉള്ളത് ചില സമയത്ത് ഇങ്ങനെ റേറ്റ് കൂടുതലും കുറവായിട്ടൊക്കെ കാണിക്കും. ബട്ട് സ്റ്റിൽ ബെറ്റർ. എനിവേ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ PVRൻ്റെ തൊട്ട് എന്താ പറയുക, ഈ ഫുഡ് എൻട്രി കയറുമ്പോൾ വലിയ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നേരെ നമ്മൾ കയറുന്നു, ടിക്കറ്റ് കാണിക്കുന്നു, സമയമാകുമ്പോൾ കയറി ഞാൻ പോവാം. എൻ്റെ നാട്ടിലെ പോലെ ഇങ്ങനെ ദേഹം മൊത്തം പരിശോധനയും പിന്നെ എന്താ പറയുക ഫുഡിനുള്ള തീവരയൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ഒരു ഗുണം ഈ വ്ളോഗ് സിനിമയ്ക്കുണ്ട്. പിന്നെ ഇനി അടുത്തത് ജനനായകൻ. നമ്മൾ തലപതി വിജയുടെ അവസാനത്തെ സിനിമയാണല്ലോ. ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായിട്ടുള്ള പടം. അപ്പോൾ പിന്നെ ഞാൻ അത്ര വിജയ് ഫാനൊന്നുമല്ല, ഉള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പിന്നെ ഒരു വിജയനെ അന്ന് ഏതോ സിനിമയിൽ അഭിനയിക്കുന്ന 200-300 കോടി രൂപ സാലറി മേടിക്കുന്ന ഒരു കോമാളി ആക്ടർ, അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ച്. പിന്നെ അദ്ദേഹം പിന്നെ ഒരു അവസാനത്തെ പടമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ വേറെ ഒന്നുമല്ല, ഇനി സിനിമയൊന്നും കാണരുത്. അയ്യോ, അപ്പോൾ നമ്മുടെ മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകം ത്രില്ലുണ്ട്. ഈവൻ ഷാരൂഖ് ഖാനെ കാണുമ്പോൾ ത്രില്ലുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ അത്ര ത്രില്ലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ ദിസ് ഫാൻസ് ആർ ക്ലാപ്പിംഗ് ഹാൻഡ്സ് ആൻഡ് വേസ്റ്റിംഗ് ദെയർ എനർജി ആൻഡ് ടൈം. സ്വന്തം കാര്യം നോക്കേണ്ട വെറുതെ ഇതുപോലത്തെ പടം കണ്ട് വെറുതെ ടൈം എനർജി വേസ്റ്റ് ചെയ്യും. അത്രേ എനിക്ക് പറഞ്ഞുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നത് ഇദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പടമല്ലേ, ഏതായാലും കണ്ടേക്കാമെന്ന് ഓർത്തു അങ്ങനെ വന്നതാണ്. എങ്കിൽ പിന്നെ എനിക്ക് വല്ല കാര്യം ഉണ്ടായിട്ട് വന്നൊന്നുമില്ല. അപ്പോൾ ഏതായാലും പിന്നെ പണ്ടേ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ലിയോൻ്റെ സമയത്ത് ഇറങ്ങിയപ്പോൾ, നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ പടം കണ്ടപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ വീഡിയോ ഇല്ല. ഞാൻ പിന്നെ ക്വാളിറ്റി എത്ര മോശമായതുകൊണ്ട് ഞാൻ പിന്നെ കളഞ്ഞതാണ്. പഴയ കുറേ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഞാനോർത്ത് കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. പിന്നെ ദുബായിലൊക്കെ വന്നപ്പോഴേ കുറച്ച് നല്ല ഫോണൊക്കെ വാങ്ങിച്ച് വീഡിയോ ക്വാളിറ്റി ഒക്കെ മേടിച്ചു. അപ്പോൾ ഏതായാലും വിജയുടെ അവസാനത്തെ പടം ഏതായാലും കണ്ടേക്കാന്ന് ഓർത്തു. ജോസഫ് വിജയ് ആയിട്ടുള്ള പടം. അപ്പം സിനിമ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സിനിമ ഇപ്പോഴൊന്നുമല്ല, ഒരു അരമണിക്കൂർ ഇനിയുണ്ട്. കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് ഒക്കെ പടം കണ്ടു തുടങ്ങാം. അപ്പോൾ ഞാനിതുപോലെ റിവ്യൂവും കാര്യങ്ങളൊന്നും കണ്ടില്ല. പിന്നെ സാറിന് ഇപ്പോൾ പൊതുവേ ഇപ്പോൾ അങ്ങനല്ല, ഫസ്റ്റ് ഷോ അല്ല ഇപ്പോൾ നാട്ടിലെ പോലെ കാണാൻ സമയമില്ല. രാവിലെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഓഫീസിൽ പോയി പണിയെടുക്കുക എന്നുള്ളത്, അത് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഷോ. ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് ജോലി, പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ ഇപ്പം സിനിമ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ജൂലൈ 23 ഇപ്പോൾ 23 ഇപ്പോൾ വൈകുന്നേരമാണ് പടം കാണാൻ വരുന്നത്, രാവിലെ അല്ല. അപ്പോൾ വൈകുന്നേരം പടം കണ്ട് ഇനിയും
ഇനിയിപ്പോൾ പതുക്കെ അഭിപ്രായം ഞാൻ ഇടാം. ആസ് ഓഫ് നൗ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പടം കാണുക. ഇപ്പോൾ വൈകുന്നേരം 6:30 കഴിഞ്ഞു ഇവിടുത്തെ സമയം. നാട്ടിൽ ഇപ്പോൾ 8 മണി. ഇപ്പോൾ നാട്ടിൽ ഒരു 8:30ക്കാണ് സിനിമയുടെ ഷോ ഇവിടെ ആരംഭിക്കുന്നത്. സെയിം തന്നെയാണ് സ്പൈഡർമാൻ്റെ കേസ്. അത് 8:45 ഷോ ആണ് ഞാൻ ബുക്ക് ചെയ്തത് അടുത്ത ആഴ്ചത്തേക്ക്. അത് 8:45 ടു ഒരു 8, 9, 10, 11, 12 മണി വരെ പോകും. അതിന് തിരിച്ച് വീട്ടിൽ നടന്നു പോകേണ്ടി വരും. പിന്നെ വീടിൻ്റെ അടുത്താണ് ഈ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത ഈ ബർജ്മാൻ വോക്ക് സിനിമ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അപ്പോൾ ഏതായാലും പടമൊക്കെ കണ്ട് ആസ്വദിക്കാൻ നോക്കും. ഇത് മാത്രമല്ല, ഇപ്പം ആൽഫ ഞാൻ കണ്ടായിരുന്നു. ഞാൻ പിന്നെ റിവ്യൂ ഇട്ടില്ല. പിന്നെ റിവ്യൂ ഇടാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു അപ്പോഴത്ത്. ആൽഫ അത്രയും ഞാൻ റിവ്യൂ ഇടാൻ 1-2 പ്രാവശ്യം ഒന്ന് നോക്കി. പിന്നെ എനിക്ക് ഇങ്ങോട്ടൊരു മൂഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഓർത്തു. അപ്പം പിന്നെ കുറേ നാൾക്ക് ശേഷം ഏതായാലും ഒന്ന് കണ്ടേക്കാം നമ്മുടെ ഈ ഒരു സിനിമ. കുറേ കാണുന്ന ട്രെയിലർ എന്തോ മെലഡിയോ. ഓക്കെ. എനിവേ അത് ഞാൻ പടം കാണുന്നുണ്ട്. ഡ്വെയിൻ ജോൺസൻ്റെ ചിലപ്പോൾ. അപ്പം സോ യാ വെയിറ്റ് ഫോർ ദ മൂവി. ഓക്കെ. സോ അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് നാളായിട്ട് ഞാൻ പിന്നെ ഈ തിയേറ്റർ സിനിമ റിവ്യൂവും പിന്നെ യൂട്യൂബേ ഇടുന്നില്ല. അടുത്ത ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോഴങ്ങ് ഇടുന്നതേ ഉള്ളൂ. പറഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ബെനിഫിറ്റ് പോലും കിട്ടാറില്ല. പിന്നെ അതൊന്നും രണ്ടാമത്തെ തന്നെ പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ അങ്ങനെ ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോലിയും കാര്യങ്ങളും കരിയറൊക്കെയാണ് ഇൻട്രസ്റ്റ്. അതുകൊണ്ട് ഇപ്പം ഞാൻ പിന്നെ കുറേ നാൾക്ക് ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തേക്കാൻ നോർത്തു. 2 വർഷം മുമ്പ് ഈ സമയത്തായിരുന്നു കൽക്കി കാണാനും പിന്നെ അതുപോലെ വോൾവറിൻ ഡെഡ്പൂളൊക്കെ വളരെ ആസ്വദിച്ച് ഞാൻ ഷാർജയിൽ നിന്ന് ഇരുമ്പത്തുമാൾ വരെ പോയത് ഐമാക്സിൽ. അപ്പോൾ ഈ പ്രാവശ്യം 2 വർഷത്തിന് ശേഷം സ്പൈഡർമാൻ പോകുന്നത് അത്ര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അത്ര അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ അത്ര എക്സൈറ്റഡ് അല്ല. വോൾവറിന് പിന്നെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജാക്മാൻ ഒത്തിരി 7 വർഷത്തിന് ശേഷമായിരുന്നു അന്ന് സിനിമയിൽ വോൾവറിൻ്റെ ഇതിൽ വരുന്നത്, ക്യാരക്ടറിൽ വരുന്നത്. അതും കോസ്റ്റ്യൂമിൽ, യെല്ലോ കോസ്റ്റ്യൂമിൽ വരുന്നത്. അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ അന്ന് അത്ര എക്സൈറ്റഡ് ആയിട്ട് പോയി കണ്ടത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഫാന്റാസ്റ്റിക് ഫോർ ഞാൻ അത്ര വലിയ എക്സൈറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഞാൻ പോയി കണ്ടു. പിന്നെ ഡോക്ടർ ഡൂമിനെയൊക്കെ കണ്ടു. പിന്നെ ഇപ്രാവശ്യം ഏതായാലും ഡ്യൂമിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങി. എല്ലാവരും കണ്ടു കാണുമല്ലോ ജസ്റ്റ് മിസ്റ്റേക്ക് ട്രെയിലർ. എനിവേ അതൊക്കെയാണ് വിശേഷങ്ങൾ. അതുകൊണ്ട് ഏതായാലും ഇനി സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ സിനിമ ഇറങ്ങി ഒരു സിനിമയൊക്കെ കണ്ടതിന് ശേഷം ഇനി അഭിപ്രായം. പിന്നെ ഇൻ കേസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് വെളിയിൽ ഇരിക്കാൻ പറ്റിയാൽ എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ പറ്റിയാൽ ഞാൻ എന്തെങ്കിലും റിവ്യൂ പറയാം. അല്ലാതെ ഇപ്പം എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സോ സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ജനനായകൻ. അപ്പം ഗൈസ് സിനിമയൊക്കെ കണ്ട് തിരിച്ചങ്ങനെ കരാമയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് വീട്ടിൽ പോകുന്ന വഴി. മണി ഇപ്പം എന്താ 11:15. അപ്പോൾ സിനിമയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഇത് പിന്നെ ദളപതി വിജയ് അല്ലെ ചീഫ് മിനിസ്റ്റർ വിജയുടെ അവസാനത്തെ പടമായതുകൊണ്ട് മാത്രം ഞാൻ പോയി കണ്ടതാണ്. അല്ലെങ്കിൽ ഞാൻ കാണാൻ ഉദ്ദേശിച്ചതല്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഗോട്ട് കണ്ടു, അതിനുമ്പ് വിജയുടെ മറ്റേ പടം കണ്ടു, ലിയോയൊക്കെ കണ്ടു. പക്ഷേ ഇത് ഞാൻ ഏതായാലും അവസാനത്തെ പടമല്ലേ, അതുകൊണ്ട് പോയി കണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഹൊറബിൾ VFX എന്ന് പറഞ്ഞാൽ ഹൊറബിൾ VFX. കഥയാണെങ്കിൽ പിന്നെ എന്തോ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഏതോ ഒരു കഥ പോലെ എനിക്ക് സത്യം പറയാൻ ശരിക്കും ഫീൽ ചെയ്തത്. അതിനകത്ത് അവസാനം സെക്കൻഡ് ഹാഫിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക് എന്താ ഡോക്ടർ ഡ്യൂമിൻ്റെ കൂട്ടുള്ള ഒരു ഡ്യൂം ഡോട്ട്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. ഡ്രോൺസ് ശരിക്കും അവഞ്ചേഴ്സിൻ്റെ കുറവും കൂടെ ഉള്ളായിരുന്നു. അതിനകത്ത് തോറും അയൺമാനും സ്പൈഡർമാനും എല്ലാം കൂടെ വന്നായിരുന്നെങ്കിൽ ശരിക്കും ഒരു അവഞ്ചേഴ്സ് പടം വന്നായിരുന്നു. ഒരു ലോ ക്വാളിറ്റി അവഞ്ചേഴ്സ്. അതിനകത്ത് വിജയ് ഒരു സൂപ്പർ ഹ്യൂമനായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പേഴ്സണലി എനിക്ക് സീരിയസ് എന്തോ ആ പടമാണ് എടുത്തു വെച്ചിരുന്നത്. അതായത് നിങ്ങളെ ഒരു രക്ഷകനായിട്ടോ അല്ലെങ്കിൽ വല്ല നാട് നന്നാക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ശരി. അത് ഒരു സയൻസ് ഫിക്ഷൻ പടം, ലോ ബഡ്ജറ്റ് പുവർ ക്വാളിറ്റി VFX ഉള്ള ഒരു സയൻസ് ഫിക്ഷൻ പടം കാണിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് ഏക നേട്ടം ഉണ്ടായത് ആർക്കാന്ന് വെച്ചാൽ വിജയ്ക്കാണ്.
വിജയ്ക്ക് 1-2 കോടിയല്ലേ, 200-250 കോടിയാണ്. റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ അത്രയും ശമ്പളമാണ് ഈ പടത്തിൽ വിജയ് മേടിച്ചത്. എന്താണെങ്കിലും സമ്മതിക്കണം നമ്മുടെ വിജയ് ചേട്ടൻ. അപ്പോൾ ഏതായാലും പടം ഏതായാലും അത് കുഴപ്പമൊന്നുമില്ല. ഏതായാലും 2.5 മണിക്കൂർ ഏതായാലും വിസിലടിയും കയ്യടിയും ബഹളമായിരുന്നു. കാരണം ഞാൻ കണ്ട തിയേറ്റർ ബർജ്മാനാണ്. ബർജ്മാനിലെ വ്ലോഗ്സിലാണ്. കാരണം ഇവിടെ ദുബായിൽ ഏറ്റവും കൂടുതൽ ഹൗസ്ഫുൾ ആവുന്ന 2 തിയേറ്ററാണ് ദേറ ബോക്സും പിന്നെ ഈ നമ്മുടെ ബർജ്മാനിലെ ബോക്സ്. പിന്നെ ബർജ്മാനിൽ പോകാൻ വേറൊരു കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണമെന്ന്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജോലിക്ക് പോക്കാണ് പൊതുവെ. അപ്പോൾ ലീവ് എടുത്ത് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ലീവ് കിട്ടാൻ പാട്. പിന്നെ രണ്ടാമത്തെ കാരണം ലീവ് എടുത്തു കഴിഞ്ഞാൽ ശമ്പളം കട്ട് ചെയ്യുന്നത് നല്ലൊരു മര്യാദ ഇല്ലാത്ത രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഹാഫ് ഡേ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഇവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വിജയ്ക്കാണേലും ഷാരൂഖ് ഖാനും മോഹൻലാലിനും നമ്മൾ പണിയെടുക്കുക, പൈസ സമ്പാദിക്കുക, പിന്നെ സമയമുണ്ടെങ്കിൽ ഈ സൂപ്പർ സ്റ്റാർസിന് വേണ്ടി ചിലവാക്കുക വേണമെങ്കിൽ. എനിക്ക് പിന്നെ വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അവസാനത്തെ പടമല്ലേ പോയി കണ്ടേക്കാമെന്ന് നോക്കും. ഏതായാലും 2 മണിക്കൂർ ഏതായാലും കണ്ട് എൻ്റർടൈനായി. പിന്നെ മോശം പടമൊന്നും ഞാൻ പറയുന്നില്ല. ഏതായാലും എൻ്റർടൈനായി. സിനിമയൊക്കെ കണ്ടു അങ്ങനെ. പിന്നെ പിന്നെ അവിടെ 30 രൂപയ്ക്ക് പോപ്കോണും പിന്നെ പോപ്കോണിൻ്റെ കൂടെ 2 സമോസയും പെപ്സിയും ഏതായാലും മേടിച്ച് കഴിച്ച്. ഏതായാലും 30 റംസിൻ്റെ ഓഫറാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏതായാലും അതാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത് പടത്തിനെ. പിന്നെ ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളെയാണെങ്കിൽ പോയി കാണുന്ന ഇഷ്ടമുള്ളവർ പോയി കണ്ടു. ഞാനധികം റെക്കമെൻഡ് ചെയ്യത്തില്ല. എനിക്ക് ഏതായാലും ആ പടം കണ്ട് ഞാൻ പിന്നെ അവസാനത്തെ പടമല്ലേന്ന് പോയി കണ്ട് ഏതായാലും ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. ഇനി നാളെ രാവിലെ എണ്ണീറ്റ് എനിക്ക് ഒന്നുകൂടെ പണിക്ക് പോകേണ്ട വരും. പിന്നെ വെള്ളിയാഴ്ചയല്ലേ നാളെ. കാരണം വെള്ളിയാഴ്ച വൈകിട്ട് പോകുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഈ സിനിമ സത്യം പറഞ്ഞാൽ 24-ാം തീയതി ഫ്രൈഡേ ഇറക്കേണ്ട വരെ ഒരു തേഴ്സ്ഡേ ഇറക്കി ഭയങ്കര മെനക്കെടുത്തി പോകും. ഏതായാലും നോ പ്രോബ്ലം. ഏതായാലും നാളെയാണെങ്കിലും മറ്റന്നാളെയാണെങ്കിലും പടം കാണണ്ടാവും. അതുകൊണ്ട് ഏതായാലും പോയി ഫസ്റ്റ് ഡേ അവസാനത്തെ ഷോയിൽ പോയി കണ്ടു. അതിന് തിരിച്ചിപ്പോൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ സ്പൈഡർമാൻ അതുപോലെ ഞാൻ ഏതായാലും മാർവലിലെ ആൾക്കാർ കുറച്ചുകൂടെ മര്യാദ ഉണ്ട്. വെള്ളിയാഴ്ച പടം ഇറക്കുന്നത്. അതുകൊണ്ട് പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് പോയി സിനിമ കണ്ട് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി കിടന്നുറങ്ങാം. ശനിയാഴ്ച ഞായറാഴ്ച എങ്ങും പോകണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാം. പിന്നെ ഞാൻ നാളെ രാവിലെ ഇനി ജോലിക്ക് പോകും. എന്താണേലും ഒരു പടം തന്നെയായിരുന്നു സംഭവം. ഏതായാലും വിജയ് ചേട്ടാ ഇത്രയും അവരത് കാണിക്കണ്ടായിരുന്നു. ഒരു പടത്തെ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ബോധ്യപ്പെട്ട്. ഏതായാലും മുഖ്യമന്ത്രി ആവുന്നതിനിപ്പുറം ഇറക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഏതായാലും ഇറക്കി. അതുകൊണ്ട് ഏതായാലും ചീഫ് മിനിസ്റ്റർ വിജയ് എന്ന് പറഞ്ഞിട്ടാണ് ടൈറ്റിൽ കാർഡും കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പം സിനിമ ഇഷ്ടപ്പെട്ടവർ പോയി കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, എനിവേ ടേക്ക് കെയർ, ഹാവ് എ ഗ്രേറ്റ് ടൈം. ഓക്കെ, ബൈ.